ഹോ, എന്തൊരു ചൂട്! ഈ സൂര്യൻ എന്താ ഇങ്ങനെ? ഇതൊക്കെ പറയാൻ ഇനി വരട്ടെ. ലോകരാഷ്ട്രങ്ങൾ മുഴുവൻ ശ്രമിച്ചിട്ടും നടക്കാതിരുന്ന ഒരു കാര്യം ഇപ്പോൾ ഇന്ത്യ കണ്ടെത്തിയിരിക്കുകയാണ്. ഇന്ത്യയുടെ കന്നി സൗരപര്യവേഷണ ഉപഗ്രഹമായ ആദിത്യ L1 സൗരപ്രവർത്തനങ്ങളെ തുടർന്ന് ഭൂമിയിലടക്കം എത്താറുള്ള കൊറോണൽ മാസ് ഇഞ്ചക്ഷനുകൾ ആരംഭിക്കുന്ന സമയം കൃത്യമായി കണക്കുകൂട്ടാനാകുമെന്ന കണ്ടെത്തലാണ് ISRO ആദ്യ സൗരദൗത്യത്തിൽ തന്നെ നടത്തിയിരിക്കുന്നത്. സൂര്യന്റെ പുറംപാളിയിൽ നിന്ന് ആവിർഭവിക്കുന്ന കൊറോണൽ മാസ് ഇഞ്ചക്ഷൻ അഥവാ CME കുറിച്ച് പഠിക്കുക ISRO അയച്ച ആദിത്യ L1 എന്ന ബഹിരാകാശ പേടകത്തിന്റെ പ്രധാന ലക്ഷ്യങ്ങളിൽ ഒന്നാണ്. സൂര്യനിൽ നിന്ന് അടിക്കടി ഉണ്ടാകുന്ന കൊറോണൽ മാസ് ഇഞ്ചക്ഷൻ ആരംഭിക്കുന്ന കൃത്യമായ സമയം കണക്കുകൂട്ടാൻ ബഹിരാകാശ ശാസ്ത്രജ്ഞരെ സഹായിക്കുന്ന വിവരങ്ങൾ പേടകത്തിലെ വിസിബിൾ എമിഷൻ ലൈൻ കൊറോണോഗ്രാഫ് എന്ന ഉപകരണം രേഖപ്പെടുത്തി. ആദിത്യ L1ലെ 7 ശാസ്ത്രീയ ഉപകരണങ്ങളിൽ ഒന്നാണ് വെൽക്ക്. ചാർജിത കണങ്ങളായ CMEകൾ സെക്കൻഡിൽ 3000 കിലോമീറ്റർ വരെ വേഗത്തിൽ സഞ്ചരിക്കുന്നതും ട്രില്യൺ കണക്കിന് ഭാരമുള്ളവയുമാവാം. ഇവ ഭൂമിയിലേക്കടക്കം നമ്മുടെ സൗരയൂഥത്തിലെ ഏത് ദിശയിലേക്കും സഞ്ചരിക്കാം. അതിശക്തമായ CMEകൾക്ക് വെറും 15 മണിക്കൂർ സമയം കൊണ്ട് സൂര്യനിൽ നിന്ന് ഭൂമിയിലേക്ക് 150 ദശലക്ഷം കിലോമീറ്റർ ദൂരം സഞ്ചരിച്ചെത്താനാകുമെന്നും വെൽക്കിന്റെ ശില്പിയും ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആസ്ട്രോഫിസിക്സിലെ അധ്യാപകനുമായ പ്രൊഫസർ R. രമേശ് പറഞ്ഞു. കൊറോണൽ മാസ് ഇഞ്ചക്ഷൻ എന്ന് വിളിക്കുന്നത് സൗരപ്രവർത്തനങ്ങളെ തുടർന്ന് ബഹിരാകാശത്ത് പടരുന്ന CMEകൾ ഭൂമിയിലേക്കും സഞ്ചരിക്കുമെങ്കിലും ഭൂമിക്ക് കാന്തമണ്ഡലമുള്ളതിനാൽ ഇത്തരം സൗര കൊടുങ്കാറ്റുകൾ മനുഷ്യർക്ക് നേരിട്ട് ഹാനികരമാകാറില്ല. എന്നാൽ CMEകൾ റേഡിയോ പ്രക്ഷേപണത്തിൽ പ്രശ്നങ്ങൾ, GPS അടക്കമുള്ള നാവിഗേഷൻ സിഗ്നലുകളിൽ തകരാർ, പവർ ഗ്രിഡുകളിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, സാറ്റലൈറ്റുകളിലെ തകരാർ എന്നിവയ്ക്ക് കാരണമാകാറുണ്ട്. ഈ പ്രശ്നങ്ങളെ മറികടക്കാനായി മുന്നൊരുക്കങ്ങൾ നടത്താൻ ISROയെ സഹായിക്കുന്നതാണ് ആദിത്യ L1ന്റെ ഇപ്പോഴത്തെ വലിയ കണ്ടെത്തൽ.